അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഈ ആഴ്ചത്തെ വരുന്ന ആഴ്ചയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റ് ഈ മാസം 1-ാം തീയതി മുതൽ നോക്കിയാൽ മതി. 1-ാം തീയതി മുതൽ 18-ാം തീയതി ഇവിടുന്ന് യാത്ര തുടങ്ങിയത് 1-ാം തീയതി 24,432 നിർത്തിയത് ഉദ്ദേശം 1000 പോയിൻറ്റിന് കറക്റ്റ് 1000 പോയിൻറ്റ് കയറി ഒരു 18-ാം തീയതിയുള്ളിലേക്ക്. എന്നിട്ട് 18-ാം തീയതി 19 മുതൽ മാർക്കറ്റ് ഇറങ്ങി ഇന്നലെ 26 വരെ ഉദ്ദേശം 420 ഉദ്ദേശം 800 പോയിൻറ്റോളം ഇപ്പോൾ ഒരു കഷ്ടി 5-6 ദിവസം കൊണ്ട് വീണു. ഇത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇത്രയും 1000 പോയിൻറ്റ് കയറുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു മന്ത്ലി, അത് കഴിഞ്ഞിട്ട് വീണ്ടും 800 പോയിൻറ്റ് താഴത്തേക്ക് വരുന്നു. അതിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പെഷ്യലിസ്റ്റുകൾക്ക് ഈ കാര്യം ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ പഠിച്ച ആളുകൾക്ക് മാർക്കറ്റിൽ ദീർഘകാലത്തേക്ക് ഓപ്ഷൻസിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണിത്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ മാർക്കറ്റ് മേ ബി ഇവിടെ അതായത് 24,400 ഇവിടെ സപ്ലൈ ഒരു ഡിമാൻഡ് സോൺ ഒന്നിലധികം തവണ 1-2 എന്നല്ല ഒരുപാട് തവണ ഈ ഭാഗത്ത് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരും എന്ന് വിചാരിക്കാം. അത്രയേ ഉള്ളൂ. കാരണം നമ്മളെ റീട്രേസ്മെൻറ്റിൻ്റെ ലെവലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇവിടെ നിന്ന് ഇറക്കം കയറി തുടങ്ങി ഈ ഭാഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉദ്ദേശം ഇപ്പോൾ 0.78 ഇവിടെ ഒന്നുമില്ല, 0.5 0.6 0.68 ലാസ്റ്റത്തെ ഒരു സ്ഥലം അവിടെയാണ് ഈ സാധനം വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ഈ സ്ട്രൈക്കിൻ്റെ പ്ലാറ്റ്ഫോമിലൊന്ന് പോയിട്ട് എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ആയിട്ട് സ്ട്രൈക്കിൻ്റെ ഇതിൽ പോവാം. സ്ട്രൈക്കിൻ്റെ ഇതിലും ഇത് തന്നെയാണ്. അവരെ പ്രീമിയം ഇൻഡിക്കേറ്റർ പറയുന്ന സംഭവം ആൾറെഡി എന്തിലാണ്, ഡെയിലിയിൽ സെല്ലിലാണ്. ഇനി വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി സെൽ മോഡിൽ നിന്ന് ബൈയിലേക്ക് ഇതുവരെ വന്നില്ല. വരാനുള്ള എല്ലാ സംവിധാനവും വന്നിരുന്നു. ഒരു 2 ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ ബൈയിലേക്കാവുന്നു, പക്ഷേ വന്നില്ല. ഇപ്പോൾ വീക്കിലിയിൽ ഇനി ഒരു പോസിബിലിറ്റി ഉള്ളത് ഈ 40 SMA ഇത് മേ ബി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കാണ്. ഇതും ഇതാവുകയാണെങ്കിൽ എന്താവും, വീക്കിലിയിൽ ബ്ലാസ്റ്റ് ആവും. അത് പിന്നെ 23,500 അടുത്തേക്കൊക്കെ ആവും എത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റിമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ എന്ത് പറയുമെന്ന് നോക്കാം. നമുക്ക് സെൻറ്റിമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് പോയിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഡെയിലി സ്വിങ്, ആവറേജ് സ്വിങ് നോക്കാം. ഇത് കണ്ടോ, ഡെയിലി സ്വിങ്ങും ആവറേജ് സ്വിങ്ങും ഏറെക്കുറെ ടോട്ടലി ഓവർസോൾഡ് റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ തന്നെ നമുക്കൊരു റിക്കവറി ഉണ്ടാവുന്നു. ഇത് ആദ്യമേ മുകളിലേക്ക് കയറും, ആവറേജ് സ്വിങ് അത് കഴിഞ്ഞിട്ടേ കയറുള്ളൂ. പക്ഷേ അതും ഏറെക്കുറെ കണ്ടോ കറക്റ്റ് ലെവലിലാണുള്ളത്. ഇവിടുന്ന് സാധനം മുകളിലേക്ക് കയറുക, ഇതും കയറുക. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ സാധനം മുകളിലേക്ക് കയറാറുണ്ട്. അവിടെ നിന്ന് കണ്ടോ ഇവിടെ എത്തി കറക്റ്റായിട്ട് ഇങ്ങോട്ട് കയറി പോവുകയാണ് ചെയ്തത്. എന്നതുപോലെ പോകുന്നതായിരിക്കും. ഇത് രണ്ടും ഒരേ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മാർക്കറ്റിന് ചെറിയ റിക്കവറി ഉണ്ടാവും. പക്ഷേ എത്രത്തോളം ഉണ്ടാവും എന്നുള്ള നമുക്ക് കണ്ടറിയണം. ഇനി നമുക്ക് ഫ്യൂച്ചർ ഒന്ന് നോക്കാം. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചർ ലോങ് എത്ര ഉണ്ട് എന്നുള്ളത്. ലോങ്ങിൻ്റെ സ്ഥിതി വളരെ കഷ്ടമാണ്. കണ്ടോ, 14%, 100% 14% ആണ് ലോങ് ഉള്ളത്. അപ്പോൾ 100-ൽ നിന്ന് 14%, 15 കുറച്ചോളൂ, 85% എന്താണ്, ഷോർട്ട്സാണ്. 14% ലോങ് ഉള്ളൂ. അതായത് 6-ൽ-1 ഇപ്പോഴും ഷോർട്ട്സ് ആണുള്ളത്. അത് ഇതുവരെ കവർ ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊരു കവറിങ് റാലി നമുക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ വീണ്ടും ഷോർട്ട്സ് കയറാൻ തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഡാറ്റയിലൊന്ന് നോക്കാം. ഹിസ്റ്റോഗ്രാം, പുട്ട് കോൾ റേഷ്യോ, നമുക്ക് ഫ്യൂച്ചർ OI ഇൻഡെക്സ് നോക്കാം. OI ഇൻഡെക്സ് അങ്ങ് കയറി കണ്ടോ, അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെയുള്ള ഡെറിവേറ്റീവ് ഡാറ്റയിൽ
ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ ഇതിൻ്റെ അടുത്ത അതിൻ്റെ നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്ഷനിൽ പോയിട്ട് നമുക്കതിൻ്റെ ഓപ്ഷനിൽ പോവാം. ഫ്യൂച്ചറിലുള്ള ഓപ്ഷനിൽ പോയിട്ട് PCR നോക്കാം. PCR കണ്ടോ, ഭീകരമാണ്. സാധാരണ 7ൻ്റെ താഴത്തേക്ക് സാധാരണ കാലത്തൊന്നും PCR താഴത്തേക്ക് പോകാറില്ല. അപ്പോൾ ആൾറെഡി പോയി, ഇപ്പോൾ 0.6 ആയി. ഇവിടെയും സമീപകാലത്തൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. കഴിഞ്ഞ മാസമോ മറ്റോ എപ്പോഴാണ്, ജൂലൈയിൽ വന്നതാണ്, ഓഗസ്റ്റ് കഴിഞ്ഞ മാസം. അപ്പോൾ അതുകൊണ്ട് PCR അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഇത് മേലോട്ട് പോന്നു കഴിഞ്ഞാൽ ഓക്കെ. ഇതൊക്കെ കണ്ടോ, വോള്യം ഭീകരമായിട്ടുണ്ട്, സെല്ലിംഗ് വോള്യം. അപ്പോൾ ഇതാണ് OIPCRൻ്റെ സ്ഥിതി. ഓക്കെ, നമുക്ക് ഡിഫ്യൂഷൻ ഇൻഡിക്കേറ്റർ ഒന്ന് നോക്കാം. ഡിഫ്യൂഷൻ ഇൻഡിക്കേറ്ററിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്ക് 20 SMA മുകളിൽ, 20 SMA മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിഫ്റ്റി 50-ലെ 30%, 15 താഴെ സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ 20 SMA മുകളിൽ. ബാക്കി വരുന്ന സ്റ്റോക്കുകളൊക്കെ 20 SMA താഴെ. ഇതിലും പരിതാപകരമാവും, ഇതിലും കുറച്ചുകൂടി നന്നാവാം. 44%, അതായത് പകുതിയോളം സ്റ്റോക്കുകളുടെ താഴെ ഇപ്പോൾ 50ൻ്റെ മുകളിലാണ്. അപ്പോൾ ഇനി ഒരു ഇറക്കം കൂടി വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാം ഓവർ സോൾഡിലേക്ക് എത്തുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഇപ്പോൾ പൊസിഷൻസ് ഒന്ന് കാണാം. എൻ്റെ പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളത്തെ ഒരു എക്സ്പയറി ഉണ്ട്. അതിൽ ഇപ്പോൾ ഒരു 50 പോയിൻ്റേ ഉള്ളൂ, 24,600 അതിൻ്റെ പ്രീമിയം കൂടി 42 കുറച്ച് കഴിഞ്ഞാൽ ഒരു 550 എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, കഷ്ടി 100 പോയിൻറ്റിൻ്റെ ഇതുണ്ട്. അപ്പം ഞാനത് ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും, ബട്ടർഫ്ലൈ ആക്കിയിട്ട് മറ്റന്നാളത്തെ എക്സ്പയറിക്ക് ബട്ടർഫ്ലൈ ആക്കിയിട്ട് മാറ്റും. അതല്ല, ഇത് താഴത്തേക്ക് പോകണമെങ്കിൽ നല്ല DK നാളെ തന്നെ വരും, എക്സിറ്റ് ചെയ്യും. പ്രാവശ്യത്തെ P&L വേണമെങ്കിൽ നമുക്ക് നോക്കാം. 2 ദിവസത്തെ ഇതും കൂടി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും റിപ്പോർട്ടിൽ സെപ്റ്റംബർ 1 മുതൽ 26 ഇന്നലെ അപ്ലൈ, അതിൽ ഇക്വിറ്റി മാറ്റിയിട്ട് ഡെറിവേറ്റീവ് കുഴപ്പമില്ലാത്ത P&L പ്രാവശ്യമുണ്ട്. ഈ 1000 പോയിൻ്റ് മുകളിലേക്കും അവിടുന്ന് 800 പോയിൻ്റ് ഇപ്പോൾ താഴത്തേക്കും വന്നിട്ടും നമ്മൾ 64,162 രൂപ ഇപ്പോൾ പ്രോഫിറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 15 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ ചെയ്ത് പഠിക്കുക ആണെങ്കിൽ അത് നല്ല ട്രെയിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെയൊക്കെ ഉള്ള വീഴ്ചയിൽ ഭീകരമായ നഷ്ടമായിരിക്കും നോർമൽ അഡ്ജസ്റ്റ്മെൻ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരിക. എല്ലാവരും ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഈ സമയത്ത് ഓപ്ഷനിൽ എന്ത് സ്ട്രാറ്റജി വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഇനി കുറച്ചുകൂടി എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടിയൊക്കെ താഴെ വന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ലിസാർഡ് ട്രൈ ചെയ്യാം. ലിസാർഡ് ട്രൈ ചെയ്യാൻ തന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയണം. നമ്മളിപ്പോൾ P സൈഡിൽ ഇട്ടിട്ട് അത് പിന്നീട് C സൈഡിൽ പോകുന്ന രീതിയിൽ വേണം ഇടാൻ. അപ്പോൾ അതിന് നോർമലി സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, C സൈഡിൽ ഇടണം. കാരണം അവിടേക്കാണ് വരാനുള്ള സാധ്യത. അപ്പോൾ നിഫ്റ്റിയിൽ പോവാം. ബാങ്ക് നിഫ്റ്റീൻ്റെ കാര്യം നമുക്ക് ഒരുപാട് ഇതല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഒക്ടോബർ മന്ത്ലി ഇടുക. അതൊരു 10-ാം തീയതി വരെയൊക്കെ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 350 ബൈ ചെയ്തു, താഴെ വന്ന് ഞാൻ സെല്ല് ചെയ്തു. ഓക്കെ, എന്നിട്ട് പിന്നെ പുട്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു, ഒരു പുട്ട് ഞാൻ ഷോർട്ട് ചെയ്യുന്നു 700. ഇതിപ്പോൾ എന്തായി, ലിസാർഡായി. ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് വരാം, നിങ്ങൾക്ക് ചെറിയ നഷ്ടവും കാണിക്കാം. ഓക്കെ, ഒരു 3000 രൂപ വരെയൊക്കെ നഷ്ടം നിങ്ങൾക്ക് കാണിക്കാം. 24,500 വരെയൊക്കെ പരമാവധി ഇപ്പോൾ കാണിച്ച ഇതിപ്പോൾ 24,500 എന്നൊക്കെ പറഞ്ഞതാ. ഈ ഒരു ഏരിയ സപ്പോസ് ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്നു, ഒരു 4-5 ദിവസം കൊണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെയൊക്കെ വന്നിട്ട് അടുത്ത കയറ്റം, അതായത് ഇങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങനെ കയറി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ മാക്സ് പ്രോഫിറ്റിൻ്റെ
ഒരു 50% ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു 4 ദിവസം തന്നെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുറേശ്ശെ വേണമെങ്കിൽ ബുക്ക് ചെയ്തിറങ്ങാം, അല്ലെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ബൈലെഗ് ഒന്ന് പിറകോട്ട് വയ്ക്കാം, മറ്റേതൊക്കെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം, ഡി കെക്ക് അനുസരിച്ച് ആ രീതിയിലൊക്കെ ചെയ്യാം. സ്പ്രെഡിൽ അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യം, അതിനുശേഷം ഇതിൽ ഡി കെ എൻജോയ് ചെയ്യുക, ഇത് കുറേശ്ശെ വെച്ച് കൊടുക്കുക. ഓക്കെ, ആ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇത് മൊത്തം ഒഴിവാക്കിയിട്ട് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറേശ്ശെ പിന്നെ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ 1:2 ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ബട്ടർഫ്ലൈ പോലെ എന്തെങ്കിലുമൊക്കെ ആക്കാം. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇത് ലിസാർഡായിട്ട് തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഈ ഡി കെ പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യുക. ഓക്കെ, അതാണിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ട്രേഡ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഇനിയിപ്പോൾ വരാനുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യ ചർച്ച തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ആ വാർത്ത വന്നതോടുകൂടിയാണ് ഭയങ്കരമായ വീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. കാരണം പീയൂഷ് ഗോയലും സംഘവും മടങ്ങിയെത്തി. അത് അടുത്ത ചർച്ചേൻ്റെ ഡേറ്റും തീരുമാനിച്ചിട്ടില്ല. ഒരു വലിയൊരു റോഡ് ബ്ലോക്കായിട്ട് കാര്യങ്ങൾ നിൽക്കുകയാണ്. കാരണം അവർക്ക് വളരെ വലിയ ഇതൊക്കെയാണ് ആവശ്യങ്ങളാണ് മുന്നോട്ട് ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ഒരു കാരണവശാലും പാടില്ല. അതിന് പകരമായിട്ട് വേറെ സ്ഥലങ്ങളിൽ നമ്മൾ 2 രാജ്യങ്ങളെ വെച്ചിട്ടുണ്ട്, അതും അവർക്ക് സ്വീകാര്യമല്ല. ബൊളീവിയ, ഇറാൻ. അതിൽ ഇറാൻ തീരെ വയ്യ, ബൊളീവിയൻ്റെ കാര്യം പിന്നീട് ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേർത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്നു. അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഉത്സവ സീസൺ തുടങ്ങുന്നു, നല്ല കാലവർഷം കിട്ടി ഉത്സവ സീസൺ ഒക്കെ ആരംഭിക്കുന്നതുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചെറുതായിട്ട് വിപണിയിൽ ഉണ്ടാവും. പിന്നെ അടുത്ത ആഴ്ച മുതൽ റിസൾട്ടുകൾ വരികയാണ് നെക്സ്റ്റ് ക്വാർട്ടറിൽ, അത് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ നമ്മൾ വളരെ വിശദമായിട്ട് മാർക്കറ്റിൻ്റെ ഓരോരോ മണിക്കൂർ കൂടുമ്പോഴുള്ള ചാർട്ടുകൾ, സപ്പോർട്ടുകൾ, റെസിസ്റ്റൻസ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രേഡുകൾ, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ കോൺട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസൊക്കെ അതിൽ പറയാറുണ്ട്. ഇപ്പോൾ ETF-കൾ, പിന്നെ ബീസുകൾ, അതിൻ്റെ ഇതൊക്കെ ഏതാണ് ഇപ്പോൾ ഓവർ സോൾഡ് ആയിട്ടുള്ളത്, അത് നമ്മൾ പിന്നെ മൾട്ടി ടൈം ഫ്രെയിം RSI ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മളധികം. അതൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ അതിൻ്റെ ഡാഷ്ബോർഡിൽ കൊടുക്കുന്നതാണ് ആളുകൾക്ക്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.